പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചതിലും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി. റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈക ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചതിലും കൂടുതലാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-2025 9,667 കോടി രൂപയായിരുന്നു ആരോഗ്യ മേഖലയ്ക്കുള്ള വകയിരുത്തൽ. അനുവദിച്ചു നൽകിയതാകട്ടെ 9,994 കോടി രൂപയും. ചെലവ് 103%. ചില മേഖലകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് ബജറ്റിലെ വകയിരുത്തൽ തികയാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ അഡീഷണൽ ഓതറൈസേഷൻ വഴി തുക നൽകുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയതിന് അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ച് ഹൈക്കോടതി. പ്രദർശനാനുമതി തീരുമാനം വൈകുന്നത് ചോദ്യം ചെയ്ത ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ജാനകി എന്ന് പേരിടുന്നതിൽ തടസ്സമെന്തെന്ന് കൃത്യമായ ഉത്തരം വേണം. ആരുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തുന്നതെന്ന് മറുപടി നൽകണം. എന്ത് പേരിടണമെന്ന് സെൻസർ ബോർഡാണോ സംവിധായകനോട് നിർദ്ദേശിക്കുന്നത്? ഹർജി ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ എല്ലാത്തിനും വ്യക്തമായ മറുപടി വേണമെന്നും ഹൈക്കോടതി വിമർശിച്ചു. മലപ്പുറം പാങ്ങിൽ 1 വയസ്സുകാരൻ മരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാമ്പിൾ രാസപരിശോധന ഫലം വന്നതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. കുഞ്ഞിന് മാതാപിതാക്കൾ ചികിത്സ നൽകിയില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. കോട്ടയ്ക്കൽ സ്വദേശികളായ നവാസ് ഹിറ ഹരീര ദമ്പതിമാരുടെ മകൻ ഇസൈൻ ഇർഹാൻ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരിച്ചത്. കോട്ടയം ഈരാറ്റുപേട്ട പനക്കാപ്പാലത്ത് ദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമപുരം സ്വദേശിയായ വിഷ്ണുവും ഭാര്യ രശ്മിയുമാണ് മരിച്ചത്. സിറിഞ്ച് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ് മരിച്ച രശ്മി. ഇന്ന് ജോലിക്ക് എത്താതിരുന്നതോടെ ആശുപത്രിയിൽ നിന്നും അന്വേഷിച്ചു വരികയായിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കയ്യിൽ സിറിഞ്ച് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. രാജ്യത്ത് റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. റെയിൽവേ ബോർഡ് നിരക്ക് വർധന പട്ടിക പുറത്തിറക്കി. AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസ വർദ്ധിക്കും. എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 1 പൈസ വീതവും വർദ്ധിക്കും. AC 3 ടയർ, ചെയർ കാർ, 2 ടയർ AC, ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്കാണ് 2 പൈസ വർധനവ് നടപ്പാക്കുന്നത്. സെക്കൻഡ് ക്ലാസ്, സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്ക് 1 പൈസ വീതവും കിലോമീറ്ററിന് വർദ്ധിപ്പിക്കും. ഓർഡിനറി നോൺ AC ടിക്കറ്റുകൾക്ക് 500 കിലോമീറ്റർ വരെ ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല. 501 കിലോമീറ്റർ മുതൽ 1500 കിലോമീറ്റർ വരെ 5 രൂപ ടിക്കറ്റിന് വർദ്ധിക്കും. 1501 കിലോമീറ്റർ മുതൽ 2500 കിലോമീറ്റർ വരെ 10 രൂപ വീതം ടിക്കറ്റിൽ നിരക്ക് വർദ്ധിക്കും. 2501 മുതൽ 3000 കിലോമീറ്റർ വരെ 15 രൂപയാണ് ടിക്കറ്റ് വർധനവ്. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിനപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ അനീഷ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ 2ാമത്തെ കുഞ്ഞിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഭവിന്റെ വീടിന്റെ പരിസരത്തു നിന്നുമാണ് കുട്ടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. പരിശോധന പൂർത്തിയായതായും പോലീസ് അറിയിച്ചു. അസ്ഥിയുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. 1 അടി താഴ്ചയിലെടുത്ത കുഴിയിൽ നിന്ന് ചെറിയ എല്ലിൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. കൊലപാതകം നടന്ന 8 മാസങ്ങൾക്ക് ശേഷമാണ് കുഴികൾ തുറന്നൊരു കുട്ടിയുടെ അസ്ഥി എടുക്കുന്നത്. മണ്ണിന്റെ അവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. 1ാം പ്രതി അനീഷ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട് അനീഷയുടെ വീടിന്റെ പരിസരവും 2ാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട് 2ാം പ്രതി ഭവിന്റെ വീടിന്റെ പരിസരം എന്നിവിടങ്ങളിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ഹൈദരാബാദിന് സമീപം പാഷ മൈലാറിലുള്ള വ്യവസായ സ്ഥാപനത്തിൽ റിയാക്ടർ പൊട്ടിത്തെറിച്ച്
10 തൊഴിലാളികൾ മരിക്കുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഗറെഡ്ഡി ജില്ലയിലെ ഒരു രാസ ഫാക്ടറിയിലാണ് ദാരുണ സംഭവം. സ്ഫോടനത്തെ തുടർന്ന് വലിയ തീപിടുത്തം ഉണ്ടാവുകയും ഇത് സിഗാച്ചി കെമിക്കൽസിൽ മുഴുവൻ പടരുകയുമായിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണയ്ക്കുകയായിരുന്നു. 11 അഗ്നിസേന യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂർ ചുരാചന്ദ്പൂരിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 60 വയസ്സുള്ള സ്ത്രീയും അടങ്ങിയിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ചവർക്ക് നേരെയാണ് ആയുധധാരികൾ വെടിയുതിർത്തത്. സംഭവ സ്ഥലത്ത് നിന്നും 12ലധികം വെടിയുണ്ടകളും കണ്ടെത്തി. പ്രദേശത്ത് സുരക്ഷാ സേനയും പോലീസിനെയും വിന്യസിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കാനഡ വിവാദമായ ഡിജിറ്റൽ സർവീസസ് ടാക്സ് നിർത്തലാക്കി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ട്രംപുമായി വ്യാപാര ചർച്ചകൾ പഴയതുപോലെ പുനരാരംഭിക്കുമെന്നും കാർണി വ്യക്തമാക്കി. ടെക് കമ്പനികൾക്ക് 3% ഡിജിറ്റൽ സർവീസ് ടാക്സ് ഏർപ്പെടുത്താനുള്ള കനേഡിയൻ സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഒമാൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. MT ചെങ് 6 എന്ന കപ്പലാണ് തീപിടിച്ചത്. ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ഒമാൻ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ നേവിയുടെ INS തബറിന് ചരക്ക് കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരമാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടതെന്ന് വിവരം ലഭിക്കുന്നത്. ഇന്ത്യൻ വംശജരായ 14 ജീവനക്കാരെയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. സംഭവം അറിഞ്ഞയുടൻ തന്നെ INS തബർ അപകട സ്ഥലത്തേക്ക് തിരിച്ച് തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ജനക ഓൺലൈൻ മൊജൂറിസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.